ഈ വഖഫ് വിഷയത്തിൽ UDF എടുത്തിരുന്ന നിലപാടുകൾ അതിലൊരു ഭിന്നത രൂപപ്പെട്ടതായി കാണുന്നു. മുൻപത്തേത് വഖഫ് ഭൂമി അല്ല എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാദം തള്ളുകയാണ് മുസ്ലിം ലീഗ്. മുൻപം വിഷയം UDF ചർച്ച പോലും ചെയ്തിട്ടില്ല എന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഇത് അവിടുത്തെ ആ ഭിന്നത മറനീക്കി പുറത്തു വന്നതാണ് എന്ന് പറയാം. കൃത്യമായി പുറത്തു വന്ന് അതിന്മേൽ അവർ പ്രസ്താവനകൾ നടത്തുകയാണ്. ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്തിട്ട് പോലും ഇല്ല മുന്നണിയിൽ, പിന്നെ എങ്ങനെ അഭിപ്രായം പറയുന്നു എന്ന കാര്യമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ UDF-ൽ സംഭവിക്കുന്നത്? UDF ഇക്കാര്യത്തിലൊരു കൃത്യമായ തീരുമാനം, ഒരു നിലപാട് എടുത്തിട്ടില്ല എന്ന് തന്നെയല്ലേ കണക്കാക്കാൻ കഴിയുക? UDF-നകത്ത് ഇതുമായി ബന്ധപ്പെട്ട മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും നടത്തിയിട്ടില്ല എന്നൊരു കാര്യമാണ് ലീഗിന്റെ മുതിർന്ന നേതാവ് MLA ഒക്കെ ആയിട്ടുള്ള MK മുനീർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് UDF-നകത്ത് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട തർക്കം ഉടലെടുക്കുന്നു എന്നുള്ളതാണ്. പരസ്യ പ്രസ്താവനകളുമായിട്ട് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ രംഗത്ത് വരികയാണെങ്കിൽ, അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുനമ്പം വിഷയത്തിൽ UDF-നകത്ത് രണ്ട് നിലപാടുകൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടക്കം മുതൽ ഇത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ അതിനെ തള്ളിക്കൊണ്ടാണ് MK മുനീർ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, വഖഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടാത്ത ഭൂമിയാണ്. UDF-നകത്ത് അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. സർക്കാരാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള MK മുനീർ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഈ VD സതീശനോട് ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്ന സമയത്ത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല, ഞാൻ അവിടെ ഒരുപാട് തവണ പോയിട്ടുണ്ട്, സമരക്കാരോട് ഞാൻ ഐക്യദാർഢ്യപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷേ UDF-നകത്ത് ഒരു ഏകീകൃത സ്വഭാവം അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം MK മുനീറിന്റെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ പ്രസ്താവന ഏകദേശം SDPI-യുടേതിന് സമാനമായ രീതിയിലുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SDPI കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്, മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ വിധി പറയാൻ VD സതീശനെ മുസ്ലിം സമുദായം ഘാസിയാക്കിയിട്ടില്ല എന്നാണ് SDPI പറയുന്നത്. സമാനമായ നിലപാട് അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള പരാമർശമാണ് മുസ്ലിം ലീഗിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം മുസ്ലിം ലീഗും പറയുന്നത് ഇത് തന്നെയാണ്. ഈ വിഷയത്തിൽ VD സതീശൻ ഒരു തീരുമാനം പറയേണ്ടതില്ല, അതിൽ UDF-നകത്ത് ഒരു ചർച്ച ചെയ്തിട്ടില്ല, മുസ്ലിം സമുദായത്തിന്റെ വിഷയത്തിൽ VD സതീശനല്ല മറുപടി പറയേണ്ടത് തുടങ്ങിയ SDPI എന്താണോ പറയുന്നത് അതേ രീതിയിലുള്ള അതേ അർത്ഥവും ആഴവുമുള്ള വാക്കുകളാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കളും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ UDF-ന്റെ UPA സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിയമത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ജനങ്ങൾ വലിയ രീതിയിലുള്ള ദുരിതം ആവർത്തിക്കുമ്പോൾ അതിൽ നിന്നും കൈ കഴുകാനോ അല്ലെങ്കിൽ അവർക്കൊപ്പമാണ് തങ്ങൾ എന്ന് വരുത്തി തീർക്കാനോ ഉള്ള ശ്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പ്രത്യക്ഷത്തിൽ VD സതീശൻ നടത്തുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല. പ്രത്യക്ഷമായുള്ള പരാമർശങ്ങൾ നടത്തി നിങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും ഈ മുസ്ലിം ലീഗിനെ എങ്ങനെ കൂടെ നിർത്തുമെന്നുള്ളൊരു ചോദ്യം പ്രധാനമായിട്ടും മുന്നോട്ടേക്ക് ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് മലബാറിലൊക്കെ ലീഗിന്റെ തണലിലാണ് കോൺഗ്രസ് കഴിയുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. മലബാർ മേഖലകളിലേക്ക് ഏറ്റവും കൂടുതൽ MLA മാറുള്ളത് മുസ്ലിം ലീഗിനാണ്. മുസ്ലിം ലീഗിന്റെ തണൽ തന്നെയാണ് പലപ്പോഴും പല മേഖലകളിലും ഈ കോൺഗ്രസ് ജയിച്ചു വരുന്നത്. ആ മുസ്ലിം ലീഗാണ് വഖഫ് വിഷയത്തിൽ VD സതീശനെ, പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെ തന്നെ തള്ളി രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും UDF-നകത്ത് ചർച്ചയാവാനും ഒരുപക്ഷെ മുന്നണിക്കകത്തെ കലാപത്തിന് കാരണമാകാനുമുള്ള സാധ്യതകളിലേക്കാണ് വഴി തുറച്ചു വരുന്നത്. ഇല്ല എങ്കിൽ കോൺഗ്രസിന് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ വഴിയിലേക്ക്, മുസ്ലിം ലീഗ് പറയുന്നതിന് പുറകെ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ട് വരും. അത് ഏത് രീതിയിലായിരിക്കും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ശരി ഗോകുൽ, ഏതായാലും ഇതുവരെ പ്രതിപക്ഷ നേതാവ് എടുത്ത അല്ലെങ്കിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകളൊക്കെ ഇപ്പോൾ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. സമരക്കാർക്ക് തന്നെ അതിൽ സംശയം തോന്നി തുടങ്ങിയിട്ടും ഉണ്ടാകും. ഓക്കെ.